ദൈവജനമേ, ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ ധ്യാന വിഷയം. നിനക്ക് പ്രതിഫലം ലഭിക്കും എന്ന ഈശോയുടെ വാക്കുകൾ സ്വാർത്ഥത വെടിഞ്ഞുള്ള നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ പ്രാധാന്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നാം ഒരു വിരുന്നൊരുക്കുമ്പോൾ സ്നേഹിതരെയോ സഹോദരന്മാരെയോ ധനികരായ അയൽക്കാരെയോ ക്ഷണിക്കരുതെന്നും, മറിച്ച് ദരിദ്രരെയും അംഗവൈകല്യമുള്ളവരെയും മുടന്തരെയും അന്ധരെയുമാണ് ക്ഷണിക്കേണ്ടതെന്നും കർത്താവ് ഉപദേശിക്കുന്നു. തിരികെ പ്രതിഫലം നൽകാൻ കഴിവുള്ളവരെ സഹായിക്കുന്നത് ലോകത്തിൻ്റെ രീതിയാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിഫലേച്ഛയില്ലാതെ നന്മ ചെയ്യാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ പാപപങ്കിലമായ സ്വാർത്ഥമായ ഈ കാലഘട്ടത്തിൽ പലപ്പോഴും നന്മകൾ ചെയ്യുന്നത് പോലും സ്വന്തം നേട്ടങ്ങൾക്കും പ്രശസ്തിക്കും വേണ്ടിയാണ്. ഇത് വലിയൊരു പാപമാണ്. നമ്മുടെ സഹായങ്ങൾക്കും കാരുണ്യ പ്രവൃത്തികൾക്കും തിരികെ ഒന്നും പ്രതീക്ഷിക്കാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ദരിദ്രരെയും നിരാലംബരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സഹായിക്കുമ്പോൾ അവർക്ക് നമുക്ക് തിരികെ ഒന്നും നൽകാൻ കഴിയില്ല. അങ്ങനെയുള്ള നിസ്വാർത്ഥ സേവനമാണ് യഥാർത്ഥ ക്രിസ്തീയ സ്നേഹം എന്ന് കർത്താവ് തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. ഈശോ പഠിപ്പിച്ച ഈ പാത പിൻപറ്റാൻ നാമും പ്രതിജ്ഞാബദ്ധരാണ്. ദൈവജനമേ, നമ്മുടെ ഈ ലോകത്തിലെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കുന്നത് നീതിമാന്മാരുടെ ഉയർപ്പ് കാലത്താണ്. കർത്താവിൻ്റെ 2ാം വരവിനായി ഒരുങ്ങാനുള്ള ആഹ്വാനം കൂടിയാണിത്. ഈശോയുടെ വാക്കുകൾ നമുക്ക് വലിയ പ്രതീക്ഷയും ആശ്വാസവും നൽകുന്നു. നാം ചെയ്യുന്ന ഓരോ നിസ്വാർത്ഥ പ്രവൃത്തിയും ദൈവം കാണുന്നുണ്ടെന്നും അവിടുന്ന് യഥാസമയം അതിന് പ്രതിഫലം നൽകുമെന്നും നാം ഓരോരുത്തരും വിശ്വസിക്കണം. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള നല്ല അവസരങ്ങളായി കണ്ട് പ്രതിഫലേച്ഛയില്ലാതെ സ്നേഹിച്ച് സ്വർഗത്തിലെ നിത്യസമ്മാനത്തിനായി അനുദിനം ഓരോ നിമിഷവും നമ്മൾക്ക് ഒരുങ്ങാം.